നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 139 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 165 പേർ കൂടി ഇന്നലെ രോഗമുക്തി നേടി. ആകെ 2,33,484 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 92 പേർ സ്വദേശികളും 47 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 604 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സൗദി അറേബ്യയിൽ നിന്ന് പുതുതായി 63 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ളവരിൽ 71 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 6 പേരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് ഇന്ന് 40,291 RT-PCR പരിശോധനകൾ നടന്നു. 5,46,612 കോവിഡ് കേസുകളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആകെ 5,35,602 പേർ രോഗമുക്തരായി. UAE-യിൽ പുതുതായി 313 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇന്ന് 409 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 2 പേരാണ് മരിച്ചത്. പുതുതായി നടത്തിയ 2,77,935 പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 7,33,003 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,24,855 പേർ രോഗമുക്തരാവുകയും 2,077 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 6,071 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആകെ 36 പേർക്ക് മാത്രമാണ് രാജ്യത്ത് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആകെ 3 പേരെ മാത്രമേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. 113 പേർ ഇന്ന് കോവിഡ് മുക്തരാവുകയും ചെയ്തു. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒമാനിൽ ഇതുവരെ 3,03,459 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ കാണാനായി ആഗ്രഹിക്കുന്ന സ്ഥലം ബുർജ് ഖലീഫയാണ്. ഗൂഗിളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഡംബര യാത്രാ കമ്പനിയായ കുയോനി തയ്യാറാക്കിയ റാങ്കിങ്ങിലാണ് 1ാം സ്ഥാനത്തെത്തിയത്. ലോകത്തെ 66 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട സ്ഥലം ബുർജ് ഖലീഫയാണ്. ഇത് ആകെ യാത്രാ ലക്ഷ്യങ്ങൾ തേടി നടന്ന സെർച്ചുകളുടെ 37.5%. ഇന്ത്യ, സ്വിറ്റ്സർലാൻഡ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, ഫിജി, തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം ബുർജാണ് മുന്നിട്ട് നിൽക്കുന്നത്. നേരത്തെ ഇന്ത്യയുടെ താജ്മഹലായിരുന്നു സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ച നിർമ്മിതി. പുതിയ പഠനത്തിൽ ഇത് 4ാം സ്ഥാനത്താണുള്ളത്. ബഹ്റൈനിൽ റോഡ് അപകടങ്ങളുടെയും മരണങ്ങളുടെയും തോത് 60% കുറഞ്ഞു. രാജ്യത്ത് സമഗ്ര ഗതാഗത നയം ആവിഷ്കരിച്ചതിന് ശേഷമാണ് ഈ മാറ്റമുണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി. റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നതും മരണം സംഭവിക്കുന്നതും കാര്യമായി കുറഞ്ഞതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൾ വഹാബ് അൽ ഖലീഫയാണ് അറിയിച്ചത്. തിരശ്ശീല ഉയരാൻ ഇനി 10 ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ എക്സ്പോ 2020ക്ക് ആവേശം പകരാൻ ഔദ്യോഗിക ഗാനമെത്തി. ദിസ് ഈസ് അവർ ടൈം, ഇത് നമ്മുടെ സമയം എന്നാരംഭിക്കുന്ന ഇംഗ്ലീഷ് ഗാനത്തിന്റെ വീഡിയോ UAE-യുടെ സംസ്കാരം, ജീവിതം, കാഴ്ചകൾ എന്നിവയാൽ സമ്പന്നമാക്കിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ സംഗമമൊരുക്കുന്ന ഉത്സവത്തിലേക്ക് സുസ്വാഗതമോതുകയാണ് മനോഹരമായ ഈ ഗാനത്തിലൂടെ. ദുബായ് മനസ്സുകളെ ഒന്നിപ്പിക്കുന്നു, ഭാവിയെ സൃഷ്ടിക്കുന്നു എന്നതാണ് എക്സ്പോ 2020യുടെ മുദ്രാവാക്യം. 2022 ഖത്തർ ലോകകപ്പിന്റെ ഫൈനൽ നടക്കേണ്ട ലുസൈൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ടർഫ് സ്ഥാപിച്ചു. സ്റ്റേഡിയത്തിന്റെ 80% നിർമ്മാണ ജോലികളും പൂർത്തിയായതായി ഖത്തർ സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ചൂടുള്ള മണലാരണ്യത്തിന് മീതെ പ്രതീക്ഷകളുടെ 1000 പുൽത്തലപ്പുകൾ നിറഞ്ഞ ടർഫും സ്ഥാപിച്ച് ലുസൈൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉദ്ഘാടനത്തിലേക്ക് അടുക്കുകയാണ്. സ്റ്റേഡിയത്തിൽ പുൽമൈതാനം സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയാണ് പങ്കുവച്ചത്. അബുദാബി പാതകളിൽ പുതുതായി 700 ട്രാഫിക് റഡാറുകൾ സ്ഥാപിച്ചു. റോഡുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഒരേ സമയം 1ലേറെ ട്രാഫിക് ലൈനുകളിലെ നിയമലംഘനം കണ്ടെത്തുന്ന കൂടുതൽ സൂക്ഷ്മതയുള്ള ക്യാമറകളാണ് ഉള്ളത്. മെറ്റാഫ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഹൈടെക് ഉപകരണങ്ങൾ 1ലേറെ പ്രവർത്തനങ്ങളും കാലാവസ്ഥാ നിരീക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു. ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് സൗദി ഊർജ്ജ മന്ത്രി. ആണവ നിരായുധീകരണം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനീവയിൽ ചേർന്ന ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.